നമസ്കാരം. ഹാൻഡിക് ഗുരുകുലം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാന്താരിമുളക് അരച്ച് എങ്ങനെ ഒരു കോഴി ചുട്ടെടുക്കാം എന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 4 ചെറിയ ഉള്ളി, ഒരു 10 വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, 20 കാന്താരിമുളക്, ഒരു 3 ഏലക്ക, പിന്നെ ഒരു 2 പീസ് കറുവാപ്പട്ട, ഒരു 2 ജാതിപത്രി, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കറിവേപ്പില 1 പിടി, ഉപ്പ് ആവശ്യത്തിന്, 1 കിലോ ചിക്കൻ. ഇത് നമ്മൾ ചെറിയ പീസാക്കിയാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫുൾ ചിക്കനായിട്ട് 1 കിലോയുടെ ഒരു ചിക്കൻ ഫുൾ ചിക്കൻ എടുത്തും ചെയ്യാം. ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചിട്ട് ചിക്കനിൽ പുരട്ടി ഇത് നമുക്ക് 2 മണിക്കൂർ ഇരുന്ന ശേഷം വേണം നമുക്ക് ചുട്ടെടുക്കാനായിട്ട്. അതുപോലെ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് 1 അവർ മതിയാകും. അപ്പം നന്നായിട്ട് ആ ഗ്രേവി എല്ലാം ഇതിലേക്ക് പിടിക്കും. പിന്നെ നിങ്ങൾ എപ്പോഴും ചിക്കൻ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുമ്പം കുറച്ച് മൈദ ചേർത്തിട്ട് ക്ലീൻ ചെയ്താൽ നല്ല ക്ലീൻ ആകും ചിക്കൻ. എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് അതിൻ്റെ വെള്ളം എല്ലാം നന്നായിട്ട് നീക്കിയ ശേഷം വേണം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് അരച്ചത് ചേർക്കാനായിട്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് വയനാട്ടിലെ പാടിച്ചിറ എന്ന് പറയുന്ന പുൽപ്പള്ളി പാടിച്ചിറ. അവിടെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, സാജു ചേട്ടനും അലി ചേച്ചി. അവരുടെ വീട്ടിൽ വെച്ചാണ് ഞാൻ ഈ ചിക്കൻ ഇങ്ങനെ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇനി നമുക്കത് ഭയങ്കര ഇഷ്ടമായി. നമ്മളിവിടെ വന്നത് പരീക്ഷിച്ച് നോക്കി. നമ്മുടെ ചെത്തക്കരിയുടെ സെൻറ്ററിലേക്ക് കുറച്ച് കർപ്പൂരം ഇടുക. എന്നിട്ട് അതൊന്ന് സെൻറ്ററിലേക്ക് മാറ്റി വെച്ചിട്ട് തീ കൊടുക്കുക. ഇത് കത്തി തുടങ്ങുമ്പോഴത്തേന് മരക്കരി ഇട്ട് കൊടുക്കുക. ഈ ചിരട്ടക്കരിയിൽ പെട്ടെന്ന് തീ പിടിക്കും. ഇതൊന്നായ ശേഷം നമ്മൾ മരക്കരി ഇട്ട് കൊടുക്കുക. കനൽ സെറ്റായിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നമ്മളൊരു ഗ്രില്ല് വെക്കുകയാണ്. നമ്മുടെ സ്വാദിഷ്ടമായ കാന്താരിമുളക് അരച്ച് പരത്തി ചുട്ടെടുത്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സ്വാദിഷ്ടമാണ്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും.